ദീദി. മാഡത്തിനുള്ള സീൻ റെഡിയാ. യെസ്. അതാരാ പുറത്തേക്ക് പോകുന്നത്? അത് ഇവിടുത്തെ പ്രൊഡക്ഷൻ ബോയ്യാ. അതിനെന്താ ദീദി കരയുന്നു? മോനെ, ആറ് പുറത്തു പോകണ കണ്ടാലും ഞാൻ കരയും. അയ്യോ, അവനെ പുറത്താക്കിയതല്ല, നമുക്ക് ചായ മേടിക്കാൻ പോയതാ. അങ്കിൾ ഒരു പരിപ്പ് വട കൂടി കൊണ്ടുവരാൻ പറയൂ. സാർ, എടോ താൻ ഇതുവരെ പോയില്ലടോ. എടോ തന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല എന്റെ സെറ്റ് കാണരുതെന്ന്. താനിക്ക് ഇവിടെ പറ്റിയ വേഷമൊന്നുമില്ല. ഇറങ്ങിപ്പോടാ, ഒന്ന് ശല്യം ചെയ്യാതെ. ഒരു ചാൻസ്. ആദ്യം താൻ പോയി നല്ല അഭിനയിക്കാൻ പഠിച്ചിട്ട് വാ, എന്നിട്ട് വന്ന് ചാൻസ് തരും കേട്ടോ. ഞാൻ നന്നായി അഭിനയിക്കും സാർ. അത് താനങ്ങ് തീരുമാനിച്ചാൽ മതിയോ? എടാ തന്നെ ഞാൻ വന്നപ്പോ മുതൽ ശ്രദ്ധിക്കുക, തനിക്കൊരു ബഹുമാനമല്ല. ഒരു ഡയറക്ടറോട് എങ്ങനെയാണ് ചാൻസ് ചോദിക്കുന്നതെന്ന് തനിക്കറിയില്ല. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചുതരാം. നീ ഡയറക്ടർ, ഞാൻ നീ, അതായത് ചാൻസ് തെണ്ടി വന്ന ആള് കേട്ടോ. അത് ശരി. അപ്പൊ ഞാൻ ഡയറക്ടർ അല്ലേ? ആ തൊപ്പിങ്ങതാ. അതുകൊണ്ട് സങ്കല്പം ഞാൻ പറയാൻ പോലെ കേട്ടാ കേട്ടാ. ശ്രദ്ധിച്ചോളണം. നീ ഡയറക്ടർ, ഞാൻ ചാൻസ് ചോദിച്ചു വന്ന നീ എന്റെ അഭിനയം കണ്ടോളണേ. ഓ സർ, എന്താ? ഞാൻ നന്നായിട്ട് അഭിനയിക്കും. അതിന് സാറിന്റെ സിനിമയിൽ എനിക്ക് എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടെങ്കിൽ തരണം പ്ലീസ്. എങ്ങനെ? അല്ല സർ, സാറിന്റെ സിനിമകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ. അതുകൊണ്ട് എനിക്ക് ആദ്യമായിട്ട് സാറിന്റെ സിനിമയിൽ അഭിനയിക്കണമെന്നൊരു ആഗ്രഹം. എനിക്കൊരു ചെറിയ വേഷം സാറിന്റെ സിനിമയിൽ തരണം പ്ലീസ്. കേട്ടില്ല. സാറ് എനിക്ക് എങ്ങനെയെങ്കിലും ഒരു ചാൻസ് തരണം പ്ലീസ് സാർ. വേറെ നിവൃത്തിയില്ലാഞ്ഞിട്ടാണ് പ്ലീസ്. അപ്പൊ നിനക്ക് ഞാനൊരു ചാൻസ് തരണം. എടാ, ഇത്രയും നേരം ഞാൻ നിന്നോട് ചോദിച്ചിട്ട് നീ എനിക്ക് ചാൻസ് തന്നില്ല. നിനക്ക് ഞാൻ ചാൻസ് തരാനാ. ഇറങ്ങി പോടാ. കൂട്ടാ, ഇപ്പോഴാ ഈ സിനിമയ്ക്ക് യഥാർത്ഥ ക്ലൈമാക്സ് ആയത്.